ഹായ് മകളെ, നിങ്ങളൊക്കെ ഈ തമ്പിനേൽ കണ്ടു വന്നവരായിരിക്കും അല്ലേ? ഇനി പഠിച്ചാലും A+ കിട്ടുമോ എന്നൊരു ചോദ്യം ഒരുപാട് കുട്ടികളുടെ ഉള്ളിലുണ്ട്. പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും, ഈ വീഡിയോ കാണാൻ വന്ന ഒരു കുട്ടി പോലും ഒന്നും പഠിക്കാതെ വന്ന കുട്ടികളല്ല. കാരണം ഒന്നും പഠിക്കാത്ത കുട്ടിക്ക് ഒരിക്കലും ഇങ്ങനൊരു സംശയം ഉണ്ടാവില്ല. ആ കുട്ടിയുടെ സംശയം എന്തായിരിക്കും? എനിക്ക് പാസ്സാവാൻ പറ്റുമോ, അല്ലെ ഡബിൾ പാസ് കിട്ടുമോ എന്നൊരു ചോദ്യമായിരിക്കും പല ആളുകൾക്കും. ഒന്നും പഠിക്കാത്ത കുട്ടിക്ക് വരെ ഉണ്ടാവാം പാസ്സാവുന്ന കാര്യമായിരിക്കും. കുറേ കാര്യങ്ങൾ പഠിച്ച കുട്ടിക്ക് ഡബിൾ പാസ്, ഇനി കുറച്ച് അധികം പഠിച്ച കുട്ടിക്ക് A+ കിട്ടുമോ കിട്ടൂല എന്നൊരു സംശയം, അതിനേക്കാൾ കൂടുതൽ പഠിച്ച കുട്ടിക്ക് ഫുൾ മാർക്ക് കിട്ടുമോ കിട്ടില്ല എന്നുള്ള സംശയം. അങ്ങനെ കുറേ സംശയങ്ങളുമായിട്ട് വന്ന കുട്ടികളായിരിക്കും നിങ്ങൾ. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു കാര്യത്തെ ഇഷ്ടപ്പെട്ട് പഠിക്കുകയാണെങ്കിൽ അതൊരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവില്ല എന്നത് തന്നെയാണ് പറയാനുള്ളത്. +1 +2 രണ്ട് കാലഘട്ടത്തിലും ഇപ്പോൾ ഞാൻ നിങ്ങൾക്കറിയാം, എന്നെ അറിയാത്ത ആളുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ പേര് ഷാഹിദ് റംസാൻ എന്നാണ്. അപ്പോൾ സൈലം തുടങ്ങിയ സമയത്ത് തന്നെ സൈലം പ്ലാറ്റ്ഫോമിൽ ഹയർ സെക്കൻഡറിയിലും ഹൈസ്കൂളിലായിട്ടുണ്ട്. മാത്സാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് ഞാൻ എടുക്കുന്നതിൽ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഞാൻ 10ാം ക്ലാസ്സും +1ഉം +2 അതേപോലെ ഡിഗ്രിയും PG ഒക്കെ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ നല്ല മാർക്കൊക്കെ വാങ്ങി റാങ്കൊക്കെ ഹോൾഡ് ചെയ്ത ആൾക്കാരാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവിടേക്കാണ് എൻ്റെ ഈ ഒരു പോയിന്റ് പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനും കാണണം. 10ാം ക്ലാസ്സിൽ എനിക്ക് മാത്സിൽ B+ ആയിരുന്നു. +1 ഞാൻ പഠിച്ച സമയത്ത് മാത്സിൽ B+ ആയിരുന്നു. +2വിലും എനിക്ക് മാത്സിൽ B+ ആയിരുന്നു. അന്നൊക്കെ ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുന്നത് മാത്തമാറ്റിക്സ് ആണ്. ഒരുപാട് കുട്ടികൾ പറഞ്ഞു, സാറേ മാത്തമാറ്റിക്സിൻ്റെ ക്ലാസ് കണ്ടിട്ട് A+ കിട്ടി, A+ നേടാൻ പറ്റി, ഫുൾ മാർക്ക് കിട്ടി. അങ്ങനെ ഒരുപാട് കുട്ടികൾ, പറഞ്ഞാൽ തീരാത്തത്ര ആളുകൾ എൻ്റെ ലൈഫിൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്തായിരിക്കും ഇതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്? എപ്പോഴും ഞാൻ വിചാരിക്കുന്നു, ഞാനൊന്ന് ആ കാലഘട്ടത്തിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ട്യൂഷൻ അങ്ങനെ പോകാത്തൊരു വ്യക്തിയാണ്. എനിക്കൊന്ന് +2 സമയത്ത് ഞാൻ കുറച്ച് ട്യൂഷന് പോയിട്ടുണ്ട്. അല്ലാത്ത സമയത്ത് 10ാം ക്ലാസ്സിലാണെങ്കിലും +1 ആണെങ്കിലും അന്ന് യൂട്യൂബ് ക്ലാസ്സുകളൊന്നുമില്ല. നമ്മൾ സ്വന്തമായിട്ട് പഠിക്കുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ അത് കണ്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാണെങ്കിൽ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതുപോലെ ഓരോ സബ്ജക്റ്റിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഫിസിക്സിന് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, കെമിസ്ട്രി ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, മാത്സിന് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. പക്ഷേ ഇഷ്ടപ്പെട്ടതെന്നല്ലാതെ ചിലപ്പോൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണമെന്നില്ല പല ആളുകൾക്കും. അങ്ങനെയാണ് പല ആളുകളുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഇത്ര തന്നെ ഉള്ളൂ, നിങ്ങൾ മാക്സിമം ഇഷ്ടത്തോടു കൂടി പഠിക്കാൻ ശ്രമിക്കുക. എത്ര മാർക്ക് കുറവുകയാണെങ്കിലും നിങ്ങൾ അതിൽ നിന്നും ഇഷ്ടം നിങ്ങൾ എന്താക്കരുത്, പോകരുത്. കാരണം നമ്മുടെ ഇഷ്ടങ്ങളെയാണ് നമ്മുടെ ഭാവിയിൽ നമ്മളെ നയിക്കുന്നത്. അപ്പോൾ അന്ന് എനിക്ക് B+ കിട്ടി, അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ A+, എനിക്ക് ബയോളജിയിൽ A+ ആയിരുന്നു എന്ന് കരുതി ഞാൻ ഇവിടെ ബയോളജീൻ്റെ ടീച്ചർ ആയിട്ടില്ല. അപ്പം നിങ്ങൾക്ക് മാർക്കിനേക്കാൾ അപ്പുറം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ എഫേർട്ടിനെയാണ്. നിങ്ങൾ മാക്സിമം ഇഷ്ടപ്പെട്ടുകൊണ്ട് ഓരോ സബ്ജക്റ്റ് പഠിക്കുക. ഉറപ്പായിട്ടും ആ സബ്ജക്റ്റ് നിങ്ങൾക്ക് എന്താക്കി തരും, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ സക്സസ് ആക്കി തരും എന്നുള്ളതാണ്. അപ്പം A+ കിട്ടാൻ തന്നെ നിങ്ങൾ ശ്രമിക്കണം, A+ കിട്ടണം എന്ന് തന്നെ നിങ്ങൾ ആഗ്രഹിക്കണം. അതിനുവേണ്ടി തന്നെ നിങ്ങൾ എന്താക്കണം, പ്രയത്നിക്കണം. അതല്ല എന്നല്ല ഞാൻ പറയുന്നത്. പകരം അഥവാ നിങ്ങൾക്ക് ബൈ ചാൻസ് നിങ്ങൾ അത്രയും എഫേർട്ട് എടുത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ പോലും നിങ്ങൾ അതിൽ വെറീഡ് ആവേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് വേണ്ടി വലിയൊരു നിധി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ മാക്സിമം എഫേർട്ട് എടുത്ത് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻജോയ് ദ ജേണി നോട്ട് ദ ഡെസ്റ്റിനേഷൻ എന്നാണ്. അതായത് നമ്മൾ സഞ്ചരിക്കുന്ന പാതകളെയാണ് നമ്മൾ ഇഷ്ടപ്പെടേണ്ടത്. അത് ഡെസ്റ്റിനേഷനിൽ എത്തുകയാണെങ്കിൽ അത്രയധികം സന്തോഷം. ഇനിയിപ്പോൾ അഥവാ എത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ ആ യാത്ര നമ്മൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ അത് തന്നെ മതി. ലൈഫിൽ നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. മക്കളെ, എനിക്ക് പറയാനുള്ളത്, ഇനി നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് A+ കിട്ടുമോ എന്ന ചോദ്യത്തിന് എനിക്ക് പറയാനുള്ളത്, മാക്സിമം നിങ്ങൾ എഫേർട്ട് എടുക്കുക. A+ലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ പ്രസാദ് ലേണിംഗ്. ബൈ.